ഭരണവിരുദ്ധ വികാരം പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കാൻ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് കോൺഗ്രസ്. വരും വർഷം പരമാവധി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കണം. 2026-ൽ അതിനുശേഷം സംസ്ഥാന ഭരണവും. ഇന്ന് വയനാട്ടിൽ സമാപിച്ച KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പിരിഞ്ഞത് പ്രതീക്ഷയുടെ വസന്തമാണ്. ജനപക്ഷത്തു നിന്ന് പ്രതിപക്ഷം ഭരണപക്ഷത്തേക്കെത്തുമോ? ക്യാമ്പിലെ ആവേശം അണികളിലുണ്ടാകുമോ? ഭരണവിരുദ്ധ വികാരം വോട്ടാകുമോ? ചോദ്യമിതാണ്. ഉത്തേജിത കോൺഗ്രസ്. അതിഥികളായി കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് എന്നിവർ. ആദ്യം കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോണിലേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇതേപോലെ ഒരു ആത്മവിശ്വാസം 2019-ലും പ്രകടിപ്പിച്ചതാണ്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 19 സീറ്റുമായി കോൺഗ്രസ് വലിയ വിജയം നേടിയപ്പോൾ അത് വരാനിരിക്കുന്ന നിയമസഭയുടെയും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ തുടർച്ചയുണ്ടാകുമെന്ന് കണക്കുകൂട്ടി അന്നത്തെ കോൺഗ്രസ് നേതൃത്വം. പക്ഷെ പിന്നീട് കണ്ടത് മലവെള്ളപ്പാച്ചിൽ പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി തരംഗമുണ്ടാകുന്നതാണ്. ഇത്തവണത്തെയും പ്രതീക്ഷ അങ്ങനെയാകുമോ? തീർച്ചയായിട്ടും ഇല്ല അരുൺ. അങ്ങനെ വരാൻ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കുകയില്ല. കാരണം 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ വിജയമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര വലിയ വിജയത്തിൽ ആഹ്ലാദിക്കുകയും അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുമാത്രമല്ല, കോവിഡ് പോലെയുള്ളൊരു പാൻഡമിക് ഉണ്ടായിരുന്ന സാഹചര്യം, അതൊക്കെ ഗവൺമെൻറ്റിന് എൻകാഷ് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി വന്നപ്പോൾ കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടു എന്നുള്ളത് വാസ്തവമാണ്. എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്, അത്തരം അനുഭവങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കവുമായിട്ട് വരുന്നത്. ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കോൺഗ്രസിനുണ്ടാകുമ്പോൾ UDF-നുണ്ടാകുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ സംഭവിച്ച വീഴ്ചകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള മുന്നൊരുക്കം മാത്രമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തന്നെ നമ്മളതിനെ വിലയിരുത്തുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആൻറ്റി ഇൻകംബൻസി വലുതാണ്, സംസ്ഥാന സർക്കാരിനേക്കാൾ വലുതാണ്. കാരണം ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നടത്താനുള്ള സാഹചര്യം ഇത്തരം സ്ഥാപനങ്ങൾക്കില്ല. അവരുടെ പ്ലാൻ ഫണ്ടുകളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലാകുന്നു. സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായിക്കോട്ടെ, മുനിസിപ്പൽ കോർപ്പറേഷൻ സംവിധാനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പരാജയപ്പെടുന്നതിന്റെ നിരന്തര കാഴ്ചകളാണ്. വാതിൽപ്പടി സേവനങ്ങൾ വീട്ടിലേക്ക് എത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയി കൈക്കൂലി കൊടുക്കാതെ, കാത്തു നിൽക്കാതെ വീട്ടിൽ കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുപോകാവുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിലുണ്ട്. അത് പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് വോട്ടാകുമോ കോൺഗ്രസിന് വോട്ടാകുമോ? അല്ല, ഈ വാതിൽപ്പടി സേവനങ്ങൾ എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇത്രയും പ്രഖ്യാപനങ്ങൾ മാത്രമല്ലല്ലോ. പ്രഖ്യാപനങ്ങൾ നടത്തി അതിന് 1-2 പ്രാവശ്യം സേവനങ്ങൾ കിട്ടുന്നു എന്നുള്ളതിന് അപ്പുറം ഈ ആളുകൾക്ക് ഇതെല്ലാം തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ടോ? എത്ര ആളുകൾക്ക് ഇത് പ്രാപ്യമാണ്? എത്ര ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടി എന്നുള്ളതൊക്കെ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ സംവിധാനത്തിനും എതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ വാതിൽപ്പടി സേവനങ്ങളെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പെൻഷൻ 5 മാസമായിട്ട് കിട്ടുന്നില്ല. കിട്ടാത്ത പെൻഷനാണ് വീട്ടിലെത്തിച്ച് നൽകുന്നത് പറയുന്നത്. അങ്ങനെ തന്നെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ മാലിന്യ സംസ്കരണം നടക്കാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ അത്തരം ജോലിക്ക് പോയി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതെല്ലാം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വാർത്ത നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആശുപത്രിയിൽ പാമ്പ് കടി ഏറ്റൊന്നും ഇല്ലെന്നും പറയുന്ന ഒരു തർക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് കേരളത്തിലെ ആശുപത്രിയിലും സ്കൂളുകളും നമ്പർ 1 ആണ്. കേരളത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 ആണെന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഒരു ലിഫ്റ്റിൽ ഒരു മനുഷ്യൻ 1.5 ദിവസം കൊടുക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയിൽ. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ സാധാരണ മനുഷ്യർ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ജനവികാരം എന്താണെന്ന് മാനിച്ചുകൊണ്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ ക്യാമ്പ്. സംഘടനാപരമായി ഏകോപനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇന്നിപ്പോൾ CPM കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവിൽ ചേർന്ന നേതാക്കളും പങ്കുവച്ചത്. നമുക്കിപ്പം M ജയചന്ദ്രനുണ്ട്, ഇടത് നിരീക്ഷകൻ. ജനങ്ങൾ ഒരുപാട് അകന്നു എന്നാണ് ഇന്ന് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവിൽ ഉയർന്ന പൊതുവികാരം ഈ സർക്കാരിൽ നിന്ന്. ആ അവസരം നമ്മൾ മുതലാക്കേണ്ടതുണ്ട്. ആ സാഹചര്യം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മലീമസമാക്കിയ ഒരു സർക്കാരാണ് ഇപ്പോഴുള്ളത് എന്നാണ്
പറഞ്ഞിരിക്കുന്നത് എം ജയചന്ദ്രൻ ഈ KPCCയുടെ നേതൃയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മലീമസപ്പെടുത്തിയ ഈ സർക്കാരിനെതിരെ ഇടതു കേന്ദ്രങ്ങളിൽ പോലും വിമർശനവും അകൽച്ചയും ഉണ്ടെങ്കിൽ അത് ഇനി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അനുകൂലമായ ഘടകമാകുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. ഇപ്പോൾ പഴയതുപോലെ വിഭാഗീയ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. ഇന്നത്തെ നേതൃയോഗത്തിൽ ഒറ്റ ശബ്ദമേ കേട്ടുള്ളൂ, ആ KC വേണുഗോപാലിൻ്റെ ശബ്ദം. KC വേണുഗോപാൽ നേതാവായി നേതൃത്വ നിരയിലേക്ക് എത്തുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന് അഗ്നിപരീക്ഷയായിരിക്കില്ലേ? ഡോക്ടർ അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ് ഇന്നലെയും ഇന്നുമായി വയനാട് സമാപിച്ചത്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന കൺവെൻഷണൽ ധാരണകളെ അപ്പാടെ ഒന്ന് പൊളിച്ചു മാറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഇപ്പോൾ 2019 ഉദാഹരണം താങ്കൾ പറഞ്ഞു. പക്ഷെ 19 നിന്ന് 24 എത്തുമ്പോൾ കോൺഗ്രസ് പ്രൊഫഷണലായിട്ട് കുറേയധികം പാഠങ്ങൾ പഠിക്കുകയും അത് ഫീൽഡിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് 2024. അതിൻ്റെ വലിയ ഒരു നേട്ടം ഇലക്ഷനിയറിങ്ങിൽ തന്നെ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കാര്യം. സുനിൽ കനഗോലു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എവിടെയും വന്നിട്ടില്ല. പക്ഷേ ഈ കനഗോലുവിൻ്റെ ഫീൽഡ് ടീം ആലപ്പുഴയിൽ പല ബൂത്തുകളിലായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു, പല മണ്ഡലങ്ങളിലായി വിന്യസിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ആലപ്പുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ് 2 ബൂത്തുകളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഒട്ടും ശക്തമല്ല, വേണ്ടത്ര പോലും ഫലപ്രദമായി വരുന്നില്ല. അതിന് ഇന്ന കോൺഗ്രസ് നേതാവിനെ ഉപയോഗിച്ചാൽ അത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. എന്നിട്ട് ആ റിപ്പോർട്ട് ഈ ഫീൽഡ് സ്റ്റാഫ് കനഗോലുവിന് അയക്കുന്നു. കനഗോലുവിൻ്റെ ഒരു അനാലിസിസോടുകൂടി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് ഏതാണോ അദ്ദേഹത്തിന് അത് കിട്ടുന്നു. അവിടുന്ന് കറക്ഷൻ തുടങ്ങുന്നു. അങ്ങനെ എല്ലാ ബൂത്തുകളിലും അവരങ്ങനെയാണ് ചെയ്തത്. എനിക്കറിയാവുന്നൊരു കാര്യം കൂടെ ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം അവരെതിരാളികൾ, അതായത് CPM-ഓ BJP-യോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ശ്രദ്ധിച്ചിട്ടേയില്ല. അവരുടെ ഏക ശ്രദ്ധ സംഘടനാപരമായി തങ്ങളുടെ മെഷീനറി എത്രത്തോളം ദുർബലമാണ്, എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുവരണം, അതുമാത്രമായിരുന്നു. അതാണ് കേരളത്തിൽ ഉടനീളം അവർ സംഘടനയെ ചലിപ്പിക്കാനായി എടുത്ത തന്ത്രം എന്ന് ഞാൻ പിന്നീട് അന്വേഷിച്ചും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിലെ അതേ രീതിയിലായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഫണ്ടിൻ്റെ പ്രശ്നം, ഒരു ഫണ്ടിനും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വിശദമായ കണക്കൂടെ പറയാൻ സമയമില്ലാതെ ഞാൻ അതിൽ കടക്കുന്നില്ല. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരു മണ്ഡലത്തിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ വിശ്വസനീയമായ അറിവ് വെച്ച് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 4 കോടി രൂപയാണ് സ്ഥാനാർത്ഥികൾ കൊടുത്തിരുന്നത്. അത് വയനാട്ടിലും ആലപ്പുഴയിലും അങ്ങനെയല്ല, ആവശ്യത്തിനായിരുന്നു പണം. മറ്റേത് ഈ 4 കോടി രൂപ പോലും ചെലവഴിച്ചിട്ടില്ല പല മണ്ഡലങ്ങളിലും കേട്ടോ, അത് വേറെ കാര്യം, ജയിച്ചവരടക്കം. അപ്പോൾ അതങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ പണത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞതാണ്. ഫ്രീസ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് പണമില്ല എന്നൊക്കെ ഇടയ്ക്കൊരു വാദം വന്നിരുന്നല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ അതിനേക്കാൾ പ്രധാനമായി ഈ തരത്തിലുള്ള ഫീൽഡ് വർക്ക് നടത്തിയിട്ടാണ് കോൺഗ്രസ് ഇത് ചെയ്തത്, ഈ വിജയത്തിലേക്ക് എത്തിയത്. ഇത് പക്ഷേ ഇവിടെ മാത്രമല്ല. ഈ സുനിൽ കനഗോലുവും മറ്റേ PK എന്ന് പറഞ്ഞ പ്രശാന്ത് കിഷോറും നമ്മുടെ ശിവനാരായൺ സിംഗും ഒക്കെ അടങ്ങുന്ന ഒരു നിര മുകളിലുണ്ട്. അവരുടെ താഴെ ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും വിന്യസിക്കപ്പെട്ട അനേകം നിരകളുണ്ട്. അവരൊക്കെ ഈ പ്രൊഫഷണൽ സമീപനത്തിൽ കൂടെയാണ് കോൺഗ്രസിനെ കേരളത്തിൽ മാത്രം, കേരളം പ്രധാനപ്പെട്ട ടാർഗറ്റായിരുന്നു കോൺഗ്രസിൻ്റെ, AICCയുടെ ജയിക്കുക എന്നുള്ളത്. അത് അവിടെ ഫോക്കസ് ചെയ്ത് തന്നെ നിന്നു. മറ്റ് സംസ്ഥാനങ്ങളും അതേ നിലവാരത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. അതിൻ്റെ മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 എന്നുള്ളത് തന്നെയാണ് KC വേണുഗോപാലിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു വിഷൻ ഡോക്യുമെന്റ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് തന്നെയാണ്. ഇവിടെയല്ല, AICC തലത്തിൽ തന്നെ തയ്യാറാക്കപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എല്ലായിടത്തും ഇലക്ഷൻ നടക്കുന്ന എവിടെയൊക്കെയാണോ വരാനിരിക്കുന്നത്, 2 വർഷത്തിനാണ് ഇലക്ഷൻ നടക്കാനിരിക്കുന്നത്, അവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇംപ്ലിമെന്റേഷനാണ് കോൺഗ്രസ് നേതൃത്വം അനുവർത്തിച്ച് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫീൽഡ് ടീം. അതുകൂടാതെ സാം പിത്രോദയുണ്ട്,
ഇതിൻ്റെ മുകളിൽ നിൽക്കാനായിട്ട് വളരെ വലിയൊരു വഴികാട്ടിയായി. അതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു ടീമിനോടാണ് ഈ LDFന് ഇവിടെ ഉരയ്ക്കാനുള്ളത്. 2024 ചെറിയ കാര്യമൊന്നുമല്ല ഡോക്ടർ അരുൺകുമാർ. അവർ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അത് അത്രത്തോളം സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല CPM എന്നാണ് എൻ്റെ ഒരു ബോധ്യം. കാരണം കോൺഗ്രസ് അങ്ങനൊന്നും പോകുന്ന പാർട്ടിയല്ല എന്നുള്ളൊരു പരമ്പരാഗത ധാരണയുണ്ടല്ലോ. ആ ധാരണ അബദ്ധധാരണ. മാത്രമല്ല, രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ നടത്തുന്ന പെർഫോമൻസ് സംസ്ഥാന തലത്തിലും കോൺഗ്രസിന് അനുകൂലമായ തരംഗമായി മാറിയിട്ടുണ്ട്. റായ്ബറേലി പോലെ വയനാട് മാറുന്നു, പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാനെത്തുന്നു. അതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ്. തീർച്ചയായും അത് LDFനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും സമീപിക്കാൻ. ഞാൻ BJP പ്രതിനിധിയിലേക്ക് കൂടെ പോയതിനു ശേഷം ശ്രീ ജേക്കബ് ജോർജിലേക്ക് എത്താം. TP ജയചന്ദ്രൻ, ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. BJPയിലേക്കുള്ള വോട്ട് ചോർച്ച അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. BJPയുടെ വളർച്ചയും പരിശോധിക്കപ്പെടണം. പക്ഷേ തൃശ്ശൂർ പോലെയുള്ളൊരു മണ്ഡലത്തെ മാത്രം വെച്ചുകൊണ്ടാകരുത് എന്നാണ് പറയുന്നത്. അത് സംഘടനാ നേട്ടമല്ല, അത് സുരേഷ് ഗോപിയുടെ വ്യക്തിഗതമായ നേട്ടമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ BJPയുടെ വളർച്ച, പ്രത്യേകിച്ച് LDFന് വിജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലെല്ലാം BJP ശക്തമായി വളർന്നു കയറിയത് ഈ 111 മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്കുള്ള നേട്ടത്തെക്കുറിച്ച് കോൺഗ്രസ് ആശങ്കയോടുകൂടി കാണുന്നുണ്ട്. പക്ഷേ അതൊരു ത്രെട്ടായിട്ട് കോൺഗ്രസ് ഇപ്പോഴും കണക്കാക്കുന്നില്ല. ഇനി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ വിഭാഗീയതകളൊന്നുമില്ലാതെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നേരത്തെ പറഞ്ഞ സുനിൽ കനഗോലു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേകളിലൂടെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലാണ് കോൺഗ്രസ് ഒരുങ്ങാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ തവണ സ്വപ്നം കണ്ടതിൻ്റെ പാതി പോലും നിയമസഭാ സീറ്റുകൾ തരാൻ കോൺഗ്രസ് ഒരുക്കമല്ല എന്നാണ് കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. TP ജയചന്ദ്രൻ. അരുൺകുമാറെ, പ്രഖ്യാപിക്കാനുള്ള കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള അവരുടെ അവകാശത്തെയും ഒന്നും തള്ളിപ്പറയാനോ നിഷേധിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇക്കാലം അത്രയും രണ്ട് മുന്നണികളും പരസ്പരം മത്സരിച്ചിരുന്നത് സ്വയം ജയിക്കാനായിരുന്നില്ല എന്നൊരു പച്ച പരമാർത്ഥം നമുക്കൊക്കെ അറിയാം. അവരുടെയൊക്കെ പൊതുലക്ഷ്യം എന്തായിരുന്നു? തങ്ങൾ തോറ്റാലും BJP ജയിക്കാൻ പാടില്ല. നമുക്കറിയാം, ഒരു ബൈപ്പോളർ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് മൂന്നാമതിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതെത്തുക എന്നുള്ള ഏറ്റവും ദുഷ്കരമായ, ഏറ്റവും ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും ഒരു പ്രതിസന്ധിയുമായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് ആ പ്രതിസന്ധിയെയാണ് ഭാരതീയ ജനതാ പാർട്ടി മറികടന്നിരിക്കുന്നത്. ഇത് കേവലം കോൺഗ്രസ്സുകാർ മാത്രമല്ല അരുൺകുമാറെ ഇവിടെ സംസാരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയും ആശങ്കപ്പെടുന്നത് അവരുടെ പരാജയത്തെക്കുറിച്ചല്ല. കോൺഗ്രസും ആശങ്കപ്പെടുന്നത് 19 MP അവർക്ക് 18 കുറഞ്ഞതല്ല. പലയിടത്തും ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിലുണ്ടായ ഇടിവല്ല. അവരൊക്കെ ആശങ്കപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തെയാണ്. അത് BJPക്ക് കോൺഗ്രസ്സുകാരെടുത്തു തന്നതായിരുന്നെങ്കിൽ മുരളീധരൻ അങ്ങനെ 3-ാം സ്ഥാനത്ത് പോകേണ്ടതായ അവസ്ഥയൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയും, നമ്മൾ പുറമെ കാണുന്ന മാതിരി അത്ര നിഷ്കളങ്കവും ഐക്യവും ഒക്കെ കോൺഗ്രസിനകത്തുണ്ടെങ്കിൽ ഇന്ന് മുരളീധരൻ പൊട്ടിച്ച വെടി നമ്മൾ കേട്ടിട്ടുണ്ടാകും. മുൻ KPCC പ്രസിഡന്റുമാർ അകന്നു നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം, അതിലേക്കൊന്നും ആഹ്ലാദപ്പെടുന്നില്ല, ഞാൻ അതിലേക്കൊന്നും ആശങ്കപ്പെടുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ അരുൺകുമാറെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPയുടെ വളർച്ചയല്ല, ഇത് കേവലം ഒരു സുരേഷ് ഗോപിയുടെ വളർച്ചയാണ് എന്ന് പറയുന്നവർ മറന്നു പോകുന്നതും മറച്ചു വെക്കുന്നതും. AK ആൻ്റണിയുടെ സ്വന്തം ബൂത്തിൽ, കോൺഗ്രസിന് ചില്ലറക്കാരനാണ് AK ആൻ്റണി അഭിപ്രായം അരുൺകുമാറിനില്ലല്ലോ. AK ആൻ്റണിയുടെ ബൂത്തിൽ ഇന്ന് 1-ാം സ്ഥാനത്തിരിക്കുന്ന പാർട്ടി ഏതാണ്? രമേശ് ചെന്നിത്തലയുടെ ബൂത്തിൽ, ആ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം താമസിക്കുന്ന ബൂത്തിൽ 1-ാം സ്ഥാനത്തിരിക്കുന്ന പാർട്ടി ഏതാണ്? ഇത് കോൺഗ്രസ്സുകാർ എനിക്ക് ഉത്തരം നൽകുമോ? നോക്കൂ, ശശി തരൂർ ചില്ലറക്കാരനൊന്നുമല്ലല്ലോ. ശശി തരൂരിൻ്റെ വോട്ടുള്ള ബൂത്തിൽ, ആ വാർഡിൽ ആരാണ് ഇന്ന് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? കോഴിക്കോട്ട് എളമരം കരീമിൻ്റെ മണ്ഡലത്തിൽ, പ്രദീപ് കുമാറിൻ്റെ മണ്ഡലത്തിൽ നോക്കൂ, തോട്ടത്തിൽ രവീന്ദ്രൻ ഇപ്പോൾ സിറ്റിംഗ് MLAയുടെ മണ്ഡലത്തിൽ ആരാണ് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? ഇവിടെ മാത്രമാണോ? പാടിപ്പുകഴ്ത്തിയിരുന്ന പുന്നപ്രയുടെയും വയലാറിൻ്റെയും ധീരഗാഥകൾ പറയുന്ന പഞ്ചായത്തിൽ ഇന്ന് ആരാണ് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? കയ്യൂർ സമരഭൂമിയിൽ ആരാണ് അരുൺകുമാറെ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മരണ പുതുക്കുന്ന വൈക്കത്ത് ആരാണ് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? ആദ്യ ബ്രിട്ടീഷ് ചെറുത്തുനിൽപ്പ് നടത്തിയ ആറ്റിങ്ങലിൽ, ആ നിയമസഭാ മണ്ഡലത്തിൽ ആരാണ് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? കേരളത്തിലെ അഴിമതിയുടെ കേദാരമായി മാറിയ നിയോജക മണ്ഡലം കരുവന്നൂരിൻ്റെ, ആ കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ആരാണ് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? കണ്ടല ഉൾപ്പെടുന്ന
കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും ഏതു പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്? എന്തിനേറെ പറയണം, രാഹുൽ ഗാന്ധിക്ക് വിജയക്കൊന്നി പാളിച്ച വയനാട്ടിൽ പുൽപ്പള്ളിയിലെ സഹകരണ ബാങ്കിന് തട്ടിപ്പ് നടന്ന പുൽപ്പള്ളിയിൽ BJP നേടിയ മുന്നേറ്റം എത്രയൊക്കെയാണ്? ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, 11 അസംബ്ലി സെഗ്മെന്റിൽ ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനത്താണ്. 9 അസംബ്ലി സെഗ്മെന്റിൽ BJP 2-ാം സ്ഥാനത്താണ്. 7 മണ്ഡലങ്ങളിൽ BJPയുടെ വ്യത്യാസം 10% താഴെയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ BJP 1-ാം സ്ഥാനം. നമുക്ക് മറയ്ക്കാം. 6 മുനിസിപ്പാലിറ്റികളിൽ കേരളത്തിലെ 6 മുനിസിപ്പാലിറ്റികളിൽ ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനത്താണ്. ഇപ്പോൾ BJP ഭരിക്കുന്നത് 12 13 പഞ്ചായത്തുകളാണ് കേരളത്തിൽ. 78 പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി അരുൺകുമാർ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. നോക്കൂ, ഇനി നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മേഖല എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് CPM ആശങ്കപ്പെടുന്നത് എന്താണ്? 2019 പരാജയമല്ല അവരെ ഇന്ന് കാത്തിരിക്കുന്നത്. പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളായ എക്കാലം അത്രയും പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന അവരുടെ വോട്ട് ബാങ്കുകൾ മുഴുവൻ അതൊന്നൊന്നായി കൈമോശം വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആറ്റിങ്ങലിനെ കുറിച്ചും അങ്ങ് ആലപ്പുഴയെക്കുറിച്ചും അവരാശങ്കപ്പെടുന്നത് മറ്റൊന്നുമാണ്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, 2 മുന്നണികൾക്കകത്തും കേരളത്തിൽ പരാജയപ്പെടുമ്പോൾ 2 മുന്നണികളും വായിക്ക് വീമ്പ് പറയുമ്പോഴും അവരെ ആശങ്കപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് 4% വോട്ടുകൾ നേടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ നിന്ന് അരുൺകുമാറിനെ പോലെയുള്ള ഒരു നിരീക്ഷകൻ അറിയാം, ഒരു 20% ക്രോസ് ചെയ്യുക എന്നുള്ളത്, ഒരു 20% എത്തിപ്പിടിക്കുക എന്നുള്ളത് തീർച്ചയായും അത് BJP എന്ന പാർട്ടി തന്നെ നേടിയിരിക്കുന്ന വിജയമാണ്. അത് സംഘടനാപരമായ നേട്ടമല്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്ന ഘട്ടത്തിലും. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, വലിയ മാറ്റത്തിനാണ് കോൺഗ്രസിൽ കളമൊരുങ്ങുന്നത്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് പിടിക്കാൻ വേണ്ടി ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്ന നേതാക്കളെ കുറിച്ചൊന്ന് കേൾക്കൂ. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കൊച്ചിയിൽ ചുമതല കൊടുക്കുന്നു. AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയെ കോഴിക്കോട്ട് വിടുന്നു. KPCC പ്രസിഡന്റ് K സുധാകരന് കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്താനുള്ള ചുമതല കൊടുക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ചുമതല PC വിശ്വനാഥിനെയും തൃശ്ശൂർ AICC സെക്രട്ടറി റോജി M ജോണിനെയും ഏൽപ്പിക്കുന്നു. കൊല്ലത്ത് VS ശിവകുമാറിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നേതാക്കന്മാരെ നിയോഗിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിൽ ഏകോപനം നടത്തി ആദ്യം തദ്ദേശം പിടിക്കുക, തദ്ദേശം പിടിച്ച് ബൂത്ത് തലത്തിലടക്കമുള്ള സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക, 2026 സംസ്ഥാനം പിടിക്കുക എന്ന വളരെ കൃത്യമായൊരു പ്ലാനിങ്ങിലൂടെയാണ് ഇന്നിപ്പോൾ KPCC കടന്നു പോകുന്നത്. ഇന്നത്തെ KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ആ അർത്ഥത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ മാറ്റത്തെ ഇടതുമുന്നണിക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുമെന്ന് ശ്രീ ജേക്കബ് ജോർജ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണ് അരുൺ. രാഷ്ട്രീയത്തിൽ ഇപ്പം കോൺഗ്രസ് ഒരു തവണ തോറ്റു, അത് അപ്രതീക്ഷിതമായ തോൽവി. ഭരണത്തുടർച്ച നേടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിച്ചേ പറ്റൂ. അതിൻ്റെ മുന്നോടിയായിട്ട് 18 സീറ്റും കോൺഗ്രസിന് കിട്ടി, UDFന് കിട്ടി. അത് കൊടുക്കുന്ന ഊർജം, അത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ചില്ലറയൊന്നുമല്ല, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതുകൊണ്ട് അവർ ഒന്നും ഇതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിലേ നമുക്ക് കുറ്റം പറയേണ്ടതുള്ളൂ. അവർ പ്രവർത്തിക്കട്ടെ, തീർച്ചയായിട്ടും മുന്നേ കയറട്ടെ, യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ BJPയുടെ ഭീഷണി ചില്ലറയല്ല അരുൺ. BJP വളരെ ശക്തമായ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പണ്ട് അരുണിനൊക്കെ അറിയാം, കേരളത്തിലെ മൂത്ത രാഷ്ട്രീയക്കാർക്കറിയാം, രാഷ്ട്രീയ നിരീക്ഷകർക്ക്, മാധ്യമപ്രവർത്തകർക്കും അറിയാം, 84 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഒന്നുമില്ല, ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥി കേരളവർമ്മ രാജ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നു. ഹിന്ദുമുന്നണി, വെറും ഹിന്ദുമുന്നണി 3-ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. 3-ാം സ്ഥാനം. 1ാമത് കോൺഗ്രസ് സ്ഥാനാർത്ഥി, 2ാമത് നീലൗദാസ് നാടാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, 3ാം സ്ഥാനം. 3ാം സ്ഥാനം നേടിയ ഹിന്ദുമുന്നണി EMSനെ വിഷമിപ്പിച്ചു അരുൺ. EMS സങ്കടപ്പെട്ടു. ഇവിടെ ഹിന്ദു വർഗീയത വളർന്നു കഴിഞ്ഞു. 3ാം സ്ഥാനത്തെത്തിയ ഹിന്ദുമുന്നണിയെക്കുറിച്ച് EMS പറയുകയാണ്. അവിടെ 1-2 2ാം സ്ഥാനത്തെത്തി. അതാണ് 2ാം സ്ഥാനത്തെത്തിയല്ലോ. ഈ തിരുവനന്തപുരം ഈസ്റ്റിൽ 2ാം സ്ഥാനം എത്തി. ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ ഹിന്ദുമുന്നണി 2ാം സ്ഥാനത്തെത്തി. അതാണ് ഗാന്ധിജി ഇദ്ദേഹത്തെ വിഷമിപ്പിച്ചത്, EMSനെ. അത് പിന്നെയാണ് വലിയ മുസ്ലിം ലീഗിനും മുസ്ലിം പാർട്ടികൾക്കും എതിരായിട്ടുള്ള ഒരു പ്രചാരണം അദ്ദേഹം തുടങ്ങിയത്. MP രാഘവനൊക്കെ പുറത്താകുന്ന അവിടെ നിന്നാണ്. അപ്പോൾ
ഇന്നിപ്പോൾ BJP 19% അപ്പുറത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഇത് രണ്ട് മുന്നണികൾക്കും ഭീഷണിയാണ്. കോൺഗ്രസ് മാത്രമല്ല, CPM-ഉം ഊർജിതമാകേണ്ടതുണ്ട്. ഇതുവരെയുള്ള വിഷയം കേരള രാഷ്ട്രീയം, രണ്ട് മുന്നണികൾ, കൊടുമുടികൾ പോലെ നിന്ന രണ്ട് മുന്നണികൾ ഏറെക്കുറെ തുല്യ ശക്തികളായി പരസ്പരം നോക്കിക്കൊണ്ട് പരസ്പരം പോരടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ BJPക്ക് കടന്നു വരാൻ ഇടമില്ലായിരുന്നു. അവർ ഒരു പുതിയ ഇടമുണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് രണ്ട് മുന്നണികൾക്കും ഭീഷണി. ഇപ്പോൾ കോൺഗ്രസ് ഇത് പോരാ എന്ന് തന്നെയാണ്. കോൺഗ്രസിൻ്റെ സംഘടന ദുർബലം. ഏറ്റവും പ്രധാന വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അരുൺ പറഞ്ഞു KC വേണുഗോപാലിൻ്റെ കാര്യം. KC വേണുഗോപാൽ വരട്ടെ, വന്നു കഴിഞ്ഞു. KC വേണുഗോപാൽ നോക്കുന്നത്, ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. VD സതീശൻ, ഞാൻ കാണുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാവണം. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രിയാകേണ്ടത് UDF ജയിച്ചിരുന്നെങ്കിൽ ജയിച്ചില്ല. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ പിന്നീട് VD സതീശൻ മാത്രമല്ല, K സുധാകരൻ നിൽക്കുന്നു മുഖ്യമന്ത്രിയാവാൻ. ഇങ്ങനെ വരുമ്പോൾ ഈ നേതൃത്വത്തിലെ പ്രധാന നേതാക്കന്മാർ തമ്മിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പഴക്കമുണ്ടാക്കുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ വിജയിച്ച ആന്റണി കോൺഗ്രസ്സുകാർക്ക് അത്ര പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ കോൺഗ്രസ് ഇടത്തരക്കാരായ നേതാക്കന്മാരുണ്ടല്ലോ, അവർ തീരുമാനിച്ചു ആന്റണിയെ നമ്മൾ ജയിപ്പിക്കണം. ജയിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ നിലനിൽപ്പില്ല. 5 ജില്ലയിലെ എല്ലാ സീറ്റും ഇടതുപക്ഷ മുന്നണിക്കാണ് 2 തവണയായിട്ട്. ഓർക്കണം, പത്തനംതിട്ട ജില്ലയിലെ അവിടെ അവർ ജയിപ്പിച്ചു, സംശയമൊന്നുമില്ല. അതാണ് കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ മനസ്ഥിതി, ഇപ്പോഴത്തെ മനോഭാവം അതാണ്. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ രണ്ട് ഘടകങ്ങൾ കൂടി കോൺഗ്രസിന് അനുകൂലമാകുന്നില്ലേ? ഒന്ന്, ഇപ്പൊ കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയി. UDF-ൽ ആദ്യം ചെറിയ അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം, ആ കമ്മ്യൂണിറ്റി വോട്ട് പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. കുറച്ച് BJP-യിലേക്ക് പോയി എങ്കിൽ പോലും അത് UDF-ന്റെ കയ്യിൽ ഭദ്രമാണ്. അത് നമ്പർ 1. നമ്പർ 2, പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോകുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിലുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിലുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ കേന്ദ്രത്തിലെ പെർഫോമൻസ് കേരളത്തിൽ LDF-ന് തലവേദനയായി മാറാൻ പോവുകയല്ലേ ശ്രീ ജേക്കബ് ജോർജ്? അതാണ് പ്രധാനപ്പെട്ട വിഷയം. ദേശീയ തലത്തിൽ കോൺഗ്രസ് വർദ്ധിതമായ ഒരു ഊർജത്തോടുകൂടി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചും കൊണ്ട് ഒരു പ്രധാനപ്പെട്ട ശക്തിയായി, പ്രതിപക്ഷ ശക്തിയായി കടന്നു വന്നിരിക്കുന്നു. ആ വരവുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ ആ വരവ്, പ്രിയങ്ക ഗാന്ധിയുടെ വളർച്ച, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കുമ്പോൾ ആ നേതൃത്വം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് കോൺഗ്രസിനെ ഇനിയും കിട്ടുന്ന വലിയ ആയുധങ്ങൾ. ഇപ്പോൾ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ശക്തമാണ്. വളരെ 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 അത് ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ കണ്ടന്റ് അവർ സൃഷ്ടിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. അത് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അർത്ഥം വളരെ വളരെ ശക്തമായ ഒരു ചെറുപ്പക്കാരുടെ നിര അതിനകത്ത് സജീവമായിട്ട് നിൽപ്പുണ്ട് എന്ന് തന്നെയാണ്. ഇതിനെയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന് കഴിയുമോ എന്നുള്ളതാണ് KC വേണുഗോപാൽ പ്രധാനപ്പെട്ട ചോദ്യം. ഇതാണ് ഡോക്ടർ ജിൻഡോ ജോൺ. ആ ചോദ്യമാണ് കേരളം ഇനി ചോദിക്കുന്നതും നമ്മൾ കാത്തിരിക്കുന്നതും. അതാണ് പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കും, അതുണ്ടാക്കുന്ന ആവേശം ചെറുതായിരിക്കില്ല. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന ആവേശം ചെറുതായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സംഘടനാപരമായി ലഭിച്ചിരിക്കുന്ന ഉണർവ് ചെറുതല്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന KC വേണുഗോപാൽ, VD സതീശൻ, KPCC പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഈ നേതാക്കൾക്കിടയിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അവരുടെ മോഹങ്ങളും നിങ്ങളുടെ ഈ സംഘടനാപരമായ ഉണർവിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവിൽ വിലയിരുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന BJP-യുടെ വളർച്ച 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. 4% വളർച്ചയുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത്, 7 ഇടങ്ങളിൽ 10% വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നത് ആലോചിക്കണം. 9 ഇടങ്ങളിൽ അവർ 2-ാം സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ ആ കണക്കിൽ തന്നെ 11, 9, 20, 27 മണ്ഡലങ്ങൾ BJP-ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്.
ഈ മണ്ഡലങ്ങൾ BJPയുടെ സ്വാധീനത്തിൽ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ തവണ CPM ആവർത്തിച്ച് 90-ലധികം വരുന്ന 98ഓളം വരുന്ന സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് ബാലികേറാമലയാകുന്നത് അവിടെയുള്ള MLA-മാർക്കെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസി എത്രത്തോളം ഉണ്ട് എന്ന തിരിച്ചറിവിലാണ്. എങ്ങനെ പോയാലും 2026 ആകുമ്പോഴേക്കും 70 MLA-മാരെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാനുള്ള സംഘടനാശേഷി CPM-നുണ്ടെന്ന് കണക്കാക്കിയാൽ ഈ രണ്ടു ഘടകങ്ങളും എങ്ങനെയാണ് കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്നത്? ഒന്ന്, നേതാക്കളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തോടുള്ള ആഗ്രഹം. രണ്ട്, BJPയുടെ 27 മണ്ഡലങ്ങളിലെ ശക്തമായ സാന്നിധ്യം. ഡോക്ടർ ജിൻഡോ ജോൺ. ശ്രീ അരുൺ, ഈ 2-3 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് കോൺഗ്രസിനകത്ത് തർക്കമുണ്ട് എന്നുള്ളൊരു അതിവായനയുടെ ആവശ്യമില്ല. അതൊക്കെ ആളുകൾ അങ്ങനെ പറയുന്നു, നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഇലക്ഷനുകൾ, ഈ പറഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷൻ, അല്ലെങ്കിൽ ആലത്തൂർ ഇലക്ഷൻ, ചേലക്കര ഇലക്ഷൻ, അതുപോലെ വയനാട് ബൈ ഇലക്ഷൻ, അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഞങ്ങൾ അതിനെ ഘട്ടം ഘട്ടമായിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചയല്ല കോൺഗ്രസിൻ്റെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ എടുത്തത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് ജനവികാരത്തെ മാനിച്ചുകൊണ്ട് സംഘടനാ സംവിധാനത്തെ പടുത്തുയർത്തിക്കൊണ്ട് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ട മുഖം തുറക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരുടെ ഭൂരിപക്ഷം കൂടി അന്നേരം തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ, BJP വലിയ നേട്ടമുണ്ടാക്കി, വലിയ മുന്നേറ്റം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് BJPയോട് പറയാനുള്ളത്, കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സംഘപരിവാറിൻ്റെ RSSൻ്റെ നേതാവ് ബാലശങ്കർ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് തുടർഭരണം കിട്ടാൻ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൽ RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ വോട്ടുകൾ എത്തരത്തിലാണ് CPM-നും LDF-നും പിന്തുണച്ചതെന്നൊക്കെ അവർ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആരും അതിനെ എതിർക്കാൻ നാളിതുവരെ രംഗത്ത് വന്നിട്ടുമില്ല. അപ്പോൾ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള BJPയുടെ എക്കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ പിണറായി വിജയനെ പിന്തുണച്ചു, തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഞങ്ങളുടെ പ്രശ്നം, ഈ ജനങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പറയുന്ന അവരുടെ പരിവേദനങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള. ആരാ ഒരു കമ്മ്യൂണിസ്റ്റ്? കരയുന്ന മനുഷ്യനെ കാണുമ്പോൾ കരളലിവുണ്ടാകുന്നയാളായിരിക്കണം കമ്മ്യൂണിസ്റ്റ്. അങ്ങനെയുള്ള ആളുകളോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ധാർഷ്ട്യവും ഏകാധിപത്യവും ഫാസിസ്റ്റ് നിലപാടുകളുമായിട്ട് പോകുന്ന ഭരണാധികാരികൾ, മനുഷ്യൻ മാലിന്യ കൂമ്പാരത്തിലേക്ക് മുങ്ങിത്താണപ്പോൾ ഒരു മേയർ വിങ്ങിപ്പൊട്ടി കരളലിഞ്ഞപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആ മേയറെ കൈകാര്യം ചെയ്തത് എങ്ങനെയാ ജിൻഡോ ജോൺ? ആരുണ്ട് അതിൽ നമ്മൾ മേയറുടെ വിങ്ങിപ്പൊട്ടൽ ഒന്നുമല്ല നമ്മുടെ വിഷയം. എന്നാലും അത് പറയണോ വേണ്ടതെന്ന് എനിക്ക് ഒരു ആലോചനയുണ്ട്. എന്നാലും ഇത് പറയാതെ പോയാൽ ശരിയാവില്ല. മേയർ ആ മനുഷ്യൻ മാലിന്യത്തിൽ വീണ് മരിക്കുമ്പോഴല്ല വിങ്ങിപ്പൊട്ടേണ്ടത്. ആ മേയറെ പോലുള്ള ആളുകൾ അവർ എടുക്കേണ്ട നിലപാടുകൾ എന്തായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രതിനിധികളും കേരളത്തിലെ ജനപക്ഷം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളം ഇത്രത്തോളം വികസിച്ചു, 1ാം നമ്പർ കേരളമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു കാനയിൽ മാലിന്യ കൂമ്പാരത്തിൽ മനുഷ്യ വിസർജ്യം അടക്കം വരുന്ന മാലിന്യ കൂമ്പാരത്തിൽ ഒരു മനുഷ്യൻ ഇറങ്ങി ക്ലീൻ ചെയ്യേണ്ട ഗതികേട് ഉണ്ടാകുന്നത്? അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ഇത് ഭരിക്കുന്ന സംവിധാനങ്ങളാണ്. അതിന് ഉത്തരവാദിത്തം പറയേണ്ടവർ മരണം കഴിഞ്ഞതിന് ശേഷം മൃതദേഹം കണ്ടുമ്പോൾ വിങ്ങിപ്പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത്തരം വിങ്ങിപ്പൊട്ടലുകളെ പൊതുസമൂഹം എത്രത്തിലാണ് സ്വീകരിച്ചതെന്ന് നമ്മൾക്കറിയാമല്ലോ. നമുക്ക് ആവശ്യപ്പെടാം. നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂർ അത് വിശദമായി ചർച്ച ചെയ്തതാണ്. ഒരു സംശയം, ഈ തെരഞ്ഞെടുപ്പിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച പ്രസ്താവനയിൽ പറയുന്നത് 3 മാസത്തെ ഗഡു ഇത്തവണ കൊടുത്തു തീർക്കും, എല്ലാ മാസത്തെയും പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും, കുടിശ്ശികയുള്ളതിൽ 3 മാസം ഇപ്പോൾ കൊടുക്കും, 2 മാസത്തെ കുടിശ്ശിക 2025-26 കാലഘട്ടങ്ങളിൽ കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 3 ഗഡുക്കൾ പൂർണ്ണമായും കൊടുത്തു തീർക്കും, 2 ഗഡുക്കൾ മാത്രമേ കുടിശ്ശിക ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരു വീട്ടിലേക്ക് 1200 രൂപ വെച്ച് 2 പെൻഷൻ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ 4800-ഉം 9,600 രൂപ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ്റെ കുടിശ്ശിക വിതരണം ചെയ്ത് CPM പഞ്ചായത്ത് തലത്തിൽ വോട്ടഭ്യർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ നേരെ ചിരിച്ചുകൊണ്ടല്ലേ വോട്ടർമാർ നിൽക്കൂ? സാധ്യതയില്ലായിരുന്നു. കഴിഞ്ഞ 5 മാസക്കാലം ഈ മനുഷ്യരെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഈ സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ?
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3 മാസത്തെ പെൻഷൻ കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. കൊടുത്താൽ നല്ലത്, കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യവും ആഗ്രഹവും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ 3 മാസത്തെ പെൻഷൻ കൊടുക്കുമ്പോൾ അതിനു മുമ്പ് ഈ മനുഷ്യർ 5 മാസക്കാലവും 8 മാസക്കാലവും എങ്ങനെ അവരുടെ ജീവൻ നിലനിർത്തിയെന്ന് ഈ സർക്കാരിന്റെ മുമ്പിൽ എന്തെങ്കിലും പഠനരേഖകളുണ്ടോ? അതില്ലല്ലോ. ആ മനുഷ്യർ എങ്ങനെയാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മനുഷ്യർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. ആ മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരോടിയിട്ടുള്ള നെട്ടോട്ടങ്ങളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രി പരിവാരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർ അതിന്റെ നടുവിലൂടെ 1,05,00,000 ആഡംബര വാഹനത്തിൽ യാത്ര നടത്തി. ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPM മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന നരേറ്റീവ് ഇങ്ങനെയായിരിക്കും. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിനെയും പിണറായി സർക്കാരിനെയും വിലയിരുത്തൂ. നിങ്ങൾക്ക് കിറ്റ് നൽകിയത്, നിങ്ങൾക്ക് പെൻഷൻ നൽകിയത്, നിങ്ങളുടെ മക്കൾക്ക് മികച്ച സ്കൂളുകൾ നൽകിയത്, മികച്ച ആശുപത്രി സംവിധാനങ്ങൾ നൽകിയത് ഏതു സർക്കാരാണ് എന്ന തരത്തിലൊരു വിലയിരുത്തൽ നടത്തിയാൽ സ്വാഭാവികമായും ജിൻഡോ ജോൺ വോട്ടർമാർ പിണറായി വിജയനിൽ വിശ്വാസം അർപ്പിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ഒരു കാരണവശാലും ഇല്ല അരുൺ. ഒരിക്കൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റൂ. പിന്നീട് ആ തെറ്റ് ആവർത്തിക്കുന്ന അത്ര മൗഢ്യരാണ് കേരളത്തിലെ ജനങ്ങൾ. ഒറ്റ കാര്യം, മികച്ച സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിനകത്ത് ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുകയും ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്ത സ്കൂളുകളാണ് 5 സ്റ്റാർ സമാനമായ സ്കൂളുകൾ എന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. അതുപോലെ മികച്ച ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞ മരുന്ന് 5 രൂപയുടെ ചീട്ടെടുത്ത് ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരെ കൊണ്ട് കഴിപ്പിച്ച ആശുപത്രികളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമല്ലേ ഒരു മനുഷ്യൻ ലിഫ്റ്റിനകത്ത് 1.5 ദിവസം കുടുങ്ങിയത്? അത് മികച്ച ആശുപത്രിയിൽ പെടുമോ? അപ്പൊ ഇതെല്ലാം പറയുന്ന ഇത്തരം കെട്ടുകാഴ്ചകൾക്ക് അപ്പുറം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. വ്യക്തമായല്ലോ. ഇതാ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒരു മനുഷ്യൻ ആഴ്ന്നുപോയ ഒരു സംസ്ഥാനത്തെ ഈ വിധത്തിലാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. കേരളത്തിലെ 1-ാം നമ്പർ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ 44 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി മലമൂത്ര വിസർജനം നടത്തി ജീവിതം തന്നെ ആശയത്തിൽ നിന്നൊരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടി, അതും ഒരു CPI അംഗത്തെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ്സുകാർ അവരുടെ ക്യാമ്പയിൻ നടത്തും. കേരളത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കേരളത്തിലെ സിവിൽ സപ്ലൈകോ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്താണെന്ന് ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം ഇടതുമുന്നണിക്ക് നൽകാനില്ലെങ്കിൽ അവരുടെ നരേറ്റീവിൽ തന്നെ ഇടതുമുന്നണിക്ക് കാലിടറിപ്പോവില്ലേ? ബാക്കിയാണ് കമ്മ്യൂണിറ്റി വോട്ടിംഗ് ആണെങ്കിലും ശരി, നേതാക്കളുടെ സാന്നിധ്യമാണെങ്കിലും. അടിസ്ഥാനമായി കഴിഞ്ഞ തവണ 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ 2026 ആകുമ്പോഴേക്കും ആ കാര്യങ്ങളെല്ലാം ഇല്ലാതാവുകയാണല്ലോ. ജയചന്ദ്രൻ, ജനക്ഷേമത്തിൻ്റെ കമ്പാരിസണിൽ പോലും ഇടതുമുന്നണി സർക്കാർ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത്. അല്ല, അത് ഡോക്ടർ അരുൺകുമാർ, ഇത് ഈ നിരന്തരം പറഞ്ഞു പോരുന്ന ഒരു പല്ലവിയായിട്ടാണ് UDF നേതാക്കൾ, കോൺഗ്രസ് മാത്രമല്ല UDFിൽപ്പെട്ട എല്ലാവരും, ഒരു വിഭാഗം മാധ്യമങ്ങളും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ ഹൈലി പോളറൈസ്ഡ് ആണ് കേരളത്തിലെ വോട്ടർമാരെന്ന് പറയുന്നത്. വലിയ തോതിൽ രാഷ്ട്രീയ ധ്രുവീകരണമുള്ള നാടുമാണ് കേരളം, നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ എന്ത് ചെയ്താലും രാഷ്ട്രീയമായി എതിർക്കുക എന്നുള്ളതാണ് UDFിന്റെ നയം എന്നുള്ളത് അറിയാത്ത ആരും കേരളത്തിലില്ല. അത് UDFിൽപ്പെട്ടവർക്കും അറിയാം, LDFിൽപ്പെട്ടവർക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ ഇലക്ഷനും നടന്നിട്ടുള്ളത്. ആ ലോകത്താദ്യമായിട്ട് നടക്കുന്ന ഇലക്ഷനൊന്നുമല്ല 2024 ഇലക്ഷൻ. അങ്ങനെയൊന്നും കാണുകയും വേണ്ട. ഇവിടെ പ്രശ്നം മറ്റൊന്നാണ്. ഇപ്പൊ LDFിന്റെ തകർച്ചയുടെ ആഴം അളക്കേണ്ടത് അളന്നു കഴിഞ്ഞിട്ടുണ്ട്. ആഴം അളക്കേണ്ട അടിസ്ഥാനപരമായി ജനങ്ങളുമായി താഴെത്തട്ടിലുള്ള സംഘടനാ കമ്മിറ്റികൾക്ക് ബന്ധമില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. CPM അങ്ങനെ വിലയിരുത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അതിന് കാരണം താഴെത്തട്ടിൽ മാത്രമല്ല, അതിന് മുകളിലുള്ള കമ്മിറ്റികൾക്കൊക്കെ ആ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ താഴെ നിന്ന് മുകൾ വരെയുള്ള കമ്മിറ്റികൾക്ക് സംഭവിച്ചിട്ടുള്ള സംഘടനാപരമായ ദൗർബല്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ തോൽവിയുടെ അടിസ്ഥാന കാരണം. ഇപ്പോൾ വലിയ തോതിൽ BJPയിലേക്ക് ഇടതുപക്ഷ വോട്ടുകൾ പോയി, വലിയ തോതിൽ കോൺഗ്രസിലേക്ക് ഇടതുപക്ഷ വോട്ടുകൾ പോയി, യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട്? ഈ വോട്ടർമാർക്ക് ഒന്നാമത് ലോക്സഭ എന്നുള്ള പാറ്റേൺ അതുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത് ഈ വോട്ടർമാർക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. LDF നേതൃത്വത്തിനെ, വിശേഷിച്ച് CPM നേതൃത്വത്തിനെ. തങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും കാണുന്ന നേതാക്കന്മാർ തങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു, അവരെ തിരിച്ചു കിട്ടണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു താക്കീതാണ് നൽകിയേക്കുന്നത്. ആ നൽകൽ, ആ താക്കീത് വ്യക്തമായി തന്നെ CPM ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ അങ്ങനെയാണ് അവർ തിരുത്താനുള്ള ശേഷിയുള്ള സംഘടനയുമാണ് CPM. അവരത് തിരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ റിസൾട്ട് എവിടെയാണ് കാണുക? ആദ്യം വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും.
ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ, ഞാൻ സംസാരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ, ഈ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞല്ലോ, റിസൾട്ടും വന്നല്ലോ, അനാലിസിസും കഴിഞ്ഞല്ലോ എല്ലാവരുടെയും. ഞാൻ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും കാണുന്നത് 60% പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി LDF കിട്ടും എന്ന് തന്നെയാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. 2024 ഞങ്ങൾ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല. ഇനി മൂന്നാമതൊരിക്കൽ കൂടെ തോറ്റാൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകും. അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഏത് നിലയ്ക്കും പോരാടും. പക്ഷേ തദ്ദേശത്തിൽ 60% അവർ കൊണ്ടുപോകും, ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം എന്നാണ് കോൺഗ്രസ് നേതാക്കളടക്കം ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളടക്കം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് വസ്തുതാപരമായി ശരിയാണ് നോക്കിയാൽ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിണറായി വിജയൻ സർക്കാർ. പിന്നെ പിണറായി വിജയൻ സർക്കാർ ചെയ്തതൊക്കെ എന്തിനാണ് കേന്ദ്രം ഇങ്ങനെ പിന്നെ പേപ്പട്ടിയെ പോലെ പട്ടിയെന്ന് വിളിച്ചു പേപ്പട്ടിയെന്ന് വിളിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിച്ചത്? അങ്ങനെയാണല്ലോ സുപ്രീം കോടതി പോകേണ്ടി വന്നത്. അതുവരെ ഉണ്ടായല്ലോ കേരളത്തിന്. മറ്റെത്ര സംസ്ഥാനങ്ങളാണ് സുപ്രീം കോടതിയിലെ ആ കേസ് വെറുപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്ന് വയനാട്ടിൽ ചേർന്ന KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ ഉയർന്ന പ്രധാനപ്പെട്ട ആശ്വാസം. അതിൽ പിണറായി വിജയൻ വെറുപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനമടക്കമുള്ള ദൗത്യം, കേരളീയമടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ പലതരത്തിലുള്ള പദപ്രയോഗങ്ങൾ, ഈ ഭരണനിർവഹണത്തിൽ പോലീസിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ, സിവിൽ സപ്ലൈകോ വകുപ്പ് ദയനീയ പരാജയമായി തീർന്നത്, സാമ്പത്തിക വകുപ്പ് പരാജയമായി തീർന്നുവെന്ന വിലയിരുത്തൽ, ആരോഗ്യവകുപ്പ് പരാജയമായി തീർന്നുവെന്ന വിലയിരുത്തൽ, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതുപോലെ തദ്ദേശ വകുപ്പും ആ അർത്ഥത്തിൽ കോർപ്പറേഷൻ അടക്കം പരാജയപ്പെട്ടു എന്ന് തോന്നൽ. അപ്പം വേറെ ആരെയൊക്കെ മുൻനിർത്തിയായിരിക്കുമല്ലോ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ അവർക്ക് കണ്ണൂർ മാത്രമേ ഉള്ളൂ. കൊച്ചിയിൽ കോർപ്പറേഷൻ അവസ്ഥ എന്താ? ഇന്ന് ഹൈക്കോടതി എടുത്ത് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയും ആമയിടഞ്ചാൻ്റെ അതേ അവസ്ഥയാണ് കൊച്ചിയിലെ കോർപ്പറേഷൻ്റെ കായലുകളും തോടുകളും എന്ന് പറയുന്നു. പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നില്ല, വെള്ളക്കെട്ട് വലിയ പ്രശ്നമാവുന്നു. ഇതൊക്കെ കൊച്ചിയിലും അതേപോലെയുള്ള സമാന സ്വഭാവമുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഹൈക്കോടതി തന്നെ നിരീക്ഷണം നടത്തുമ്പോൾ സാധാരണ ജനങ്ങളത് വിശ്വസിക്കും. അവരുടെ മുന്നിലുള്ളത് ഈ കോർപ്പറേഷൻ മേയറും ഈ പറയുന്ന ഭരണനിർവഹണത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ചൂരൽ വടിയുമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഒഴിഞ്ഞിരിക്കുന്ന സിവിൽ സപ്ലൈകോയുടെ റാക്കുകളും ഈ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുമൊക്കെയാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും വോട്ടെങ്ങനെ കൊടുക്കും സാർ? അല്ല സാർ, ഞാൻ താങ്കളോട് ഒരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ ഹൈക്കോടതി പിന്നെ ബഹുമാനപ്പെട്ട ജഡ്ജിയോട് തിരിച്ചൊരു സംശയം ഞാൻ ചോദിക്കുകയാണ് അങ്ങിലൂടെ, ഈ ചർച്ചയിലൂടെ. ഈ കേരളത്തിലെ ഗ്രാമങ്ങളിലടക്കം എല്ലാ സ്ഥലത്തും നടവഴികളിലും മുറ്റങ്ങളിൽ നിറച്ച് പിന്നെ കോൺക്രീറ്റ് സ്ലാബുകളാണല്ലോ പാകിയിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം താഴേക്ക് ഇറങ്ങില്ല. ഇത് തെറ്റാണ് എന്ന് ഈ ജഡ്ജി അദ്ദേഹത്തിന് തോന്നാത്തത് എന്താണ്? ഇങ്ങനെയല്ല, ഭൂമിയിൽ ഇങ്ങനെ കാണിക്കരുത്, ഭൂമിയെ ഇങ്ങനെ അപമാനിക്കരുത്, ഭൂമിയെ ഇങ്ങനെ ഈ തരത്തിലേക്ക് ഭൂമി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഏതെങ്കിലും കോടതിക്കൊന്ന് പറയാൻ തോന്നാത്തത് എന്താ? ഗവൺമെന്റൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്. MP രാജേഷ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം തന്നെ. ഞാനിതിവിടെ ആവർത്തിക്കുന്നത് ഇങ്ങനെ ഹൈക്കോടതി പറഞ്ഞു, താങ്കൾ അത് ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ്. പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കമ്മീഷനുണ്ട്, ശുചിത്വ മിഷനുണ്ട്, എത്രയെത്ര സംവിധാനങ്ങൾ, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനുണ്ട്. ഇതിനൊക്കെ വെള്ളാനകളെ പോലെ കുറച്ചു പേരെ കാശ് കൊടുത്ത് നിർത്തിയിട്ടുണ്ടല്ലോ സംസ്ഥാന സർക്കാർ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ താങ്കളുടെ ചോദ്യം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ, ചോദ്യത്തിന് മറുപടി ഒന്ന് പൂർത്തീകരിച്ചോട്ടെ പ്ലീസ്. ഇതൊക്കെ പിണറായിക്കെതിരായിട്ടുള്ള നടപടികളാണെന്ന് പറഞ്ഞു. ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് മറുപടിയായിട്ട്. 2008 മഹാപ്രളയം വരുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും അടക്കുന്നവരാണ് ഒരു സെറ്റ് UDF നേതാക്കളെന്ന് ഓർക്കണം കേട്ടോ. പിന്നെ കേന്ദ്ര ജല കമ്മീഷന്റെ സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്താണെന്നുള്ളത്, വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അവര്. അതൊന്നും ബാധകമല്ല. ഞങ്ങൾ പറയുന്നത് വിവരമില്ലാത്ത മന്ത്രിയായിരുന്നു മണിയാസാൻ, അദ്ദേഹം പറഞ്ഞു തുറന്നു വിടറാന്ന് പറഞ്ഞു, തുറന്നു വിട്ടു. അങ്ങനെ ഉണ്ടാക്കിയതാണ് പ്രളയം. ഇതാണ് പിന്നെ അവരുടെ നരേറ്റീവ്. ആ നരേഷനിൽ നിൽക്കുകയാണല്ലോ ഇപ്പോഴും. മാധ്യമങ്ങളിലൂടെ നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോഴും. ശരി, അത് ശരിയാണ്. പക്ഷേ അതിനുശേഷം എത്രയോ വെള്ളം ഒഴുകിപ്പോയി. ആ പ്രളയ സമാനമായ മഴയൊക്കെ പെയ്തു, വരൾച്ച വന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ട കാഴ്ച എന്താ? പല വകുപ്പുകളും നിഷ്ക്രിയമായി പോയില്ലേ? ആരോഗ്യ, എന്തിനേറെ സാർ, ഭക്ഷ്യവകുപ്പ്, കൃഷി വകുപ്പ്, CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, CPM കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എല്ലാം നിർവീര്യമായി പോകുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട രക്തസാക്ഷികളുണ്ടായി, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ടായി, മരിച്ച രക്തസാക്ഷികളുണ്ടായി. ഇതെല്ലാം കോൺഗ്രസിന് കിട്ടുന്ന തെരഞ്ഞെടുപ്പ് ആയുധമല്ലേ?
അല്ല, ആയുധമാക്കിക്കോട്ടെ. താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു വികസന വിരുദ്ധമായ നിലയിലേക്ക് കേരളത്തിലെ സർക്കാർ പിന്നെ ബോധപൂർവമോ അബോധപൂർവമായോ പ്രവർത്തിച്ചുവെന്നും അതിന്റെ ഫലമായി കേരളം വലിയ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ് താങ്കൾ ഉന്നയിക്കുന്ന പോയിന്റെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ശക്തിയായി വിയോജിക്കുന്നു ആ നിലപാടിനോട്. ജോയിയുടെ രക്തസാക്ഷിത്വം, ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരു മനുഷ്യന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ അയാൾ ഈ സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഭാഗമായി നിൽക്കുന്നു. ഈ കർഷകർക്ക് കൊടുക്കാനുള്ള പണം കൃത്യസമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത പ്രദീപ് എന്ന് പറയുന്ന ഒരു കർഷകൻ, അദ്ദേഹം ഒരു മരിച്ച രക്തസാക്ഷിയായി നിൽക്കുന്നു. പുൽപ്പള്ളിയിലുമുണ്ട് ഇതേപോലെ കർഷകൻ. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ, അവിടെ ജീവിക്കുന്നവരും മരിച്ചവരുമായ രക്തസാക്ഷികൾ, ഇങ്ങനെ ഒരുപാട് രക്തസാക്ഷികൾ ഈ സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതായിരിക്കും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രചരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വോട്ടർമാർ വിലയിരുത്തണം. പക്ഷേ നമ്മുടെ മുന്നിൽ അങ്ങനെ സാഹചര്യമുണ്ടായി ജയചന്ദ്രൻ. അല്ല, അത് അങ്ങനെയല്ല. ഇപ്പോ താങ്കൾ പറഞ്ഞ ഈ പ്രദീപിന്റെ കാര്യം, കർഷകന്റെ, ഞാനും കർഷകന്റെ നാട്ടിലുള്ള ആളാണ്, കർഷകനാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്കത് പറയാനുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഇവിടെ ഇല്ല. പിന്നെ ഇപ്പോൾ യാമേഴഞ്ചാൻ, അതാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അത് പറയണമല്ലോ. അത് ഒരു 10 സെക്കൻഡ് കൊണ്ട് തീർത്തേക്കാം. ഈ 117 മീറ്റർ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് എൻ്റെ പരിമിതമായ ധാരണ വെച്ച് BJPയുടെയാണ് പ്രതിനിധി അവിടുത്തെ. അദ്ദേഹത്തിന് പിന്നെ ഇവിടെ എന്താണ് കൗൺസിലർ മാത്രമല്ല, അങ്ങ് പഴയ പ്രതാപേന്ദ്രൻ പറയുന്ന പോലെ അങ്ങ് കേന്ദ്രത്തിൽ എനിക്ക് പിടിയുണ്ടാ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം വേണ്ടതാണ്. മേയർ കൊള്ളത്തില്ലെന്നേ, പിണറായി വിജയൻ ഒട്ടും കൊള്ളില്ല, ഈ ഭരണമോ തീരെയും കൊള്ളില്ല. പക്ഷേ കേന്ദ്രമുണ്ടല്ലോ അദ്ദേഹത്തിന് അങ്ങനെ ഇടപെടാൻ വയ്യായിരുന്നോ? അങ്ങനെ ഇടപെട്ടാൽ വലിയൊരു മൈലേജ് കിട്ടില്ലായിരുന്നോ? ആമേഴഞ്ചാൻ റോഡ് എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരം ജോലി ചെയ്ത ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ മഴക്കാലം വൃത്തിയാക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോ സ്വച്ഛ ഭാരതമായിട്ട് ചൂലുമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാരോ വരണമെന്ന് പറയുന്നത് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതെ, അത് ഏത് ലോജിക്കാണ് ശ്രീ ജയചന്ദ്രൻ? അല്ല, അത് വേറൊന്നും വിശ്വസിക്കണം. താങ്കൾക്കെങ്കിലും മിനിമം അറിയാമല്ലോ അതിന്റെ അധികാരം റെയിൽവേക്കാണെന്നുള്ളത്. റെയിൽവേ ഇത് ചെയ്യാൻ സമ്മതിക്കില്ല. 117 മീറ്റർ മാലിന്യ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. ബാക്കിയുള്ള 11 കിലോമീറ്റർ 863 മീറ്റർ ദൂരത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? എം ജയചന്ദ്രൻ, ആമേഴഞ്ചാൻ തോടിന്റെ ദൂരം 12 കിലോമീറ്റർ അല്ലേ? അല്ല, ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇത് പ്രധാനമായിട്ടും വന്നത് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ആ 117 മീറ്ററിന്റെ കാര്യത്തിലുള്ള അധികാര തർക്കമാണല്ലോ ഇന്നലെയും തദ്ദേശ മന്ത്രി MP രാജേഷ് കൈകഴുകാൻ കഴിയില്ല. അതാണ് അതിന്റെ വസ്തുത. TP ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ കോൺഗ്രസിന് ഈ സർക്കാരിനെ കുറിച്ച് ഉയർത്താൻ ഒരു പിടി ആരോപണങ്ങളുണ്ട്. അവർക്ക് ചില മുഖങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി, രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി, VD സതീശനെയും KC വേണുഗോപാലിനെയും KPCC പ്രസിഡന്റ് സുധാകരനെയും മുന്നിൽ നിർത്തി, മുഖങ്ങളെ മുന്നിൽ നിർത്തിയുള്ള ഒരു പോരാട്ടം കൂടിയായിരിക്കും കോൺഗ്രസ് നടത്തുക. നിങ്ങൾ ആരെയാണ് മുന്നിൽ നിർത്തുക? ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ വിജയത്തിനാക്കം കുറിച്ച ഒരു സുരേഷ് ഗോപി നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ടുവന്ന് നിർത്തിയാലും കേരള സംസ്ഥാനത്തെ നിയമസഭ പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രാദേശികമായി സംസ്ഥാന തലത്തിലൊരു മുഖം വേണം. ആരാണ് നിങ്ങളുടെ മുഖം? കഴിഞ്ഞ തവണ മെട്രോമാൻ, ഇത്തവണ ആരാ നിങ്ങളുടെ മുഖം? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസിന് ഒരുപാട് മുഖങ്ങളുണ്ട്. അതിൽ തന്നെ പ്രിയങ്ക ഗാന്ധി വലിയ ക്യാമ്പയിനറായി രംഗത്ത് വരാനുള്ള സാധ്യതയുമുണ്ട് വയനാട് നിന്നും. അപ്പോൾ TP ജയചന്ദ്രൻ, കാര്യങ്ങൾ കോൺഗ്രസിന് കുറച്ചുകൂടി അനുകൂലമാവുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ അരുൺ, നമ്മൾ വസ്തുതകളായിട്ട് കാണണ്ടേ? ചില ഊഹാപോഹങ്ങളുടെയും ചില ധാരണയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ഊഹങ്ങളിലൊക്കെ എത്താം. നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങളുടെയും ഇന്ന് ചാനലിൽ വന്നിരിക്കുന്ന BJP ഒഴികെയുള്ള ആളുകളുടെയും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമായിരുന്നോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൻ്റെ റിസൾട്ടിലുണ്ടായത്? ഈ ചാനൽ ഉൾപ്പെടെ നമ്മൾ സുരേഷ് ഗോപിക്ക് 3-ാം സ്ഥാനത്തേക്ക് അപ്പുറത്തേക്ക് ഒരു സ്ഥാനം കൽപ്പിച്ച് നൽകിയിരുന്നില്ലല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞ അതിൽ മുഖങ്ങളെ നിർത്താനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി കേരളത്തിലെ MP ഒന്നും അല്ലല്ലോ. രാഹുൽ ഗാന്ധി കേരളത്തിലെ MP ആയപ്പോൾ 19 സീറ്റ് ജയിച്ചതിന് ശേഷവും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അരുൺ ഡോക്ടർ ഇവിടെ. ആ ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രകടനമായിരുന്നു. പിന്നീട് നമുക്ക് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആവുമായിരുന്നില്ലല്ലോ. അപ്പം മുഖങ്ങളെ നിർത്തിയുള്ള മത്സരമാണെങ്കിൽ ഞങ്ങൾക്ക് നിർത്താനുള്ള അത്രയും മുഖങ്ങൾ ദേശീയ തലത്തിൽ, ഇപ്പം രാഹുൽ ഗാന്ധി ദേശീയ തലത്തിലെ നേതാവാണ്, പ്രിയങ്ക വന്നിട്ടില്ല, വന്നേക്കാം എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു.
പ്രിയങ്ക വരുന്നതോടുകൂടി സിദ്ദിഖിനെ പോലുള്ള ആളുകളുടെ മനോഭാവം എന്താകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരു MP ആവാൻ കൊള്ളില്ല എന്നുള്ളത് അവരെങ്ങനെ പ്രതികരണം ഉണ്ടാക്കുമെന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതല്ല പറയുന്നത്, അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം. ഞാൻ ഡോക്ടർ അരുൺകുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കഴിഞ്ഞ 20 വർഷമെടുത്തു ഭാരതീയ ജനതാ പാർട്ടി ഒരു 9-10% നിന്ന് 19-20 എത്താൻ. ഞാൻ ഡോക്ടർ അരുൺകുമാറിനോട് ചോദിക്കുന്ന ചോദ്യം, രാഷ്ട്രീയത്തിലെ ബാലപാഠം അറിയാവുന്ന താങ്കൾ, അല്ലെങ്കിൽ അതിനേക്കാൾ അറിയാവുന്ന താങ്കൾക്കറിയാമല്ലോ, ആ 20 വർഷമെടുത്തത് ഭാരതീയ ജനതാ പാർട്ടി നേട്ടത്തിൽ നിന്നും ഈ 20-40 ആകണമെങ്കിൽ 2-3 വർഷം BJPയുടെ ചരിത്രം വെച്ച് അധികമല്ലേ? നോക്കൂ, ഇലക്ഷൻ പാറ്റേൺ ലോക്സഭാ ഇലക്ഷൻ്റെ പാറ്റേൺ ആണോ നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവുക? നിയമസഭാ ഇലക്ഷൻ്റെ പാറ്റേൺ ആണോ പഞ്ചായത്ത് പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുക? അതൊക്കെ തികച്ചും വിഭിന്നമല്ലേ? മുഖങ്ങളാണെങ്കിൽ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അതാണ്, മുഖങ്ങളാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ 6-6-6 BJPയും കോൺഗ്രസും LDFും UDFും എത്തുമായിരുന്നോ? ശശി തരൂരിൻ്റെ പ്രദേശത്ത് എത്തുമായിരുന്നോ? മുഖങ്ങളല്ല പ്രധാനം, നയങ്ങളാണ് പ്രധാനം. ശരി, അപ്പോൾ ഒരു ചോദ്യമുണ്ട് ബാക്കി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് BJP മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെടുത്തിയ ഒരു സംസ്ഥാനത്തിന്റെ ചിത്രം കാണിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ സംസ്ഥാനം ഏറ്റവും ഒടുവിലുള്ള നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേരളം 1-ാം സ്ഥാനത്താണ്. ഡോക്ടർ അരുൺ, ഞാനും കുറേ കാലം കണക്ക് പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. കണക്കുകളും യാഥാർത്ഥ്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സിലെ എന്താ പറയുക, സഞ്ചിത അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. താങ്കൾ തന്നെ പറയുന്നു, ലിഫ്റ്റിൽ ഏറ്റവും കുറച്ച് മുമ്പ് നിങ്ങൾ കോൺഗ്രസ് ഒരു ചോദ്യം ചോദിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്. നിങ്ങൾക്കറിയുമോ, കോഴിക്കോട്ട് ഒരു സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടിയതിൻ്റെ സമരം നടക്കുന്ന ജില്ലയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ഡോക്ടറും രോഗിയും ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് ജീവന് വേണ്ടി കരയുന്നതിന് ചിത്രമുള്ള സംസ്ഥാനമാണ് കേരളം. ഈ മുന്നേറ്റം പറയുമ്പോൾ 4 മാസമായി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ലാത്ത യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ 17 പാലങ്ങൾ തകർന്ന ബീഹാർ, എയർപോർട്ട് ചോർച്ച, അയോധ്യയിലെ രാംലല്ലയുടെ ചോർച്ച, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. അല്ല, അരുൺകുമാറിലെ ആങ്കറിൽ നിന്ന് രാഷ്ട്രീയക്കാരൻ ഉണരുന്നു. ഇല്ലില്ല, ഞാൻ ചോദിച്ചത് മാത്രം. നിങ്ങൾ നയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഒരു ഭാഗത്ത് സുസ്ഥിര വികസനത്തിന്റെ കണക്കുമായി നീതി ആയോഗ് നിൽക്കുന്നു, നിങ്ങൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? മറുഭാഗത്ത് BJPയുടെ സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 17 പാലങ്ങൾ 13 മാസത്തിനിടയിൽ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ പറയുന്ന ചോർച്ചകൾ സംഭവിക്കുന്നു, നീറ്റ് പരീക്ഷയുടെ ചോർച്ച സംഭവിക്കുന്നു. എങ്ങനെ നിങ്ങളെ ഭരണം ഏൽപ്പിക്കുമെന്ന് ജനങ്ങൾ ചോദിക്കില്ലേ? അല്ല അരുണേ, ഇന്ന് വിവരങ്ങളൊക്കെ വിരൽത്തുമ്പിലാണ്. പണ്ട് നിങ്ങളുടെ കേവലം മാധ്യമങ്ങളുടെ വായ്ത്താരി മാത്രം കേട്ടായിരുന്നു ആളുകൾ വിവരങ്ങൾ കണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പൊളിഞ്ഞു വീണ പാലങ്ങളുടെ നിർമ്മിതി ഏത് കാലത്തായിരുന്നു? ആരുടെ കാലത്ത് നിർമ്മിച്ച പാലങ്ങളാണ് തകർന്നു വീണിരിക്കുന്നത്? ഇനി കേരളത്തിലും തകർന്നു വീണല്ലോ, എളമരവും മറ്റു പലയിടത്തുമുള്ള കുറേ പാലങ്ങൾ. ആ പാലങ്ങളുടെ കണക്കുകൾ വെച്ചാണോ ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്? മാത്രമല്ല അരുൺ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഊതി വീർപ്പിച്ച ചില ആശയങ്ങൾക്ക് വലിയ ആയുസൊന്നും ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ഉണ്ടാവുകയില്ല. നോക്കൂ, ഇപ്പൊ തന്നെ നിങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്, രാഹുൽ ഗാന്ധിയുടെ വരവിനെ കുറിച്ച്. ഞാൻ അരുൺ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം, 1 മിനിറ്റ് മാത്രം. തമിഴ്നാടും മഹാരാഷ്ട്രയും UPയും ബീഹാറും ജാർഖണ്ഡും ഹരിയാനയും ഇന്ത്യ മുന്നണി മത്സരിച്ച ഈ സംസ്ഥാനങ്ങളിൽ 52 സീറ്റ് മാറ്റിവെച്ചാൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ഇന്ത്യ നേടാനായത് 47 സീറ്റാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഏത് ഊതി വീർപ്പിച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് പറയുന്നത്? ശരി, രാഹുൽ ഇഫക്റ്റ് ഇല്ല എന്നാണ് താങ്കളുടെ വാദം. അത് തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാവാം. 27 മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ജേക്കബ് ജോർജ്, നമ്മൾ ചർച്ച അവസാനിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ ദേശീയ തലത്തിലെ പ്രകടനം, ഒപ്പം കേരളത്തിൽ ഇപ്പോൾ വലിയ വിഭാഗീയതയോ ഗ്രൂപ്പിസമോ ഒന്നുമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്നത്, അവരെ എന്നും പിന്തുണച്ചിരിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ വലിയ രീതിയിൽ LDF ക്യാമ്പിലേക്കോ BJP ക്യാമ്പിലേക്കോ ഷിഫ്റ്റ് ചെയ്യാത്തത്, ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. ആ ആത്മവിശ്വാസ തിളക്കത്തിൽ LDFന് അവർ നൽകുന്ന വെല്ലുവിളി എത്രമാത്രം വലുതാണ് ശ്രീ ജേക്കബ് ജോർജ്? അത് വളരെ വലുത് തന്നെയാണ്. BJP ഒരു 3-ാം കക്ഷിയായിട്ട് മത്സരരംഗത്ത് ഉണ്ട് എന്നുള്ള വസ്തുത 2 കക്ഷികൾക്കും 2 മുന്നണികൾക്കും നന്നായിട്ടറിയാം. BJP ഉയർത്തുന്ന ഭീഷണി അറിയാം. പക്ഷേ ഒരു വശത്ത് BJP ഭീഷണി, അതിൻ്റെ അങ്ങപ്പുറത്ത് ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ നടക്കുമ്പോൾ അവർ തമ്മിലുള്ള പരസ്പരമായ ശത്രുത, ഈ ഘടകങ്ങളെല്ലാമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും
അടുത്ത് 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത് BJPയുടെ വളർച്ച അതാണ് ഇനിയും വരാൻ പോകുന്ന 2 തിരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട ഘടകം. എവിടെയൊക്കെയായിരിക്കും, ഏതൊക്കെ ഭാഗത്തേക്കായിരിക്കും BJP കടന്നു കയറുക, ഏതൊക്കെ മണ്ഡലങ്ങളിലേക്കായിരിക്കും BJPയുടെ ഇനിയുള്ള കടന്നുകയറ്റം. അവർക്ക് കുറേ 27 സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. സീറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഓരോ മണ്ഡലത്തിലും അവർ കയ്യിൽ ഒതുക്കാൻ പോകുന്ന വോട്ട് ആരുടെ കേസിയിൽ നിന്നായിരിക്കും വരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട TP ജയചന്ദ്രൻ പറഞ്ഞത് നയങ്ങൾ ആണ് വിഷയം, മുഖങ്ങളല്ല. അതിനോട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. മുഖം പ്രശ്നമാണ്, മുഖങ്ങൾ വിഷയമാണ്. കോൺഗ്രസിൻ്റെ ഒരു പരാധീനത എന്തായിരുന്നു ദേശീയ തലത്തിൽ? അതിപ്പോഴുമുണ്ട്. സംസ്ഥാന തലത്തിൽ കോൺഗ്രസ്സിന് ഒരു കാലത്തുണ്ടായിരുന്നത് മാതിരി മികവുള്ള നേതാക്കന്മാരില്ലായിരുന്നു. തമിഴ്നാട്ടിലെ കാമരാജിൻ്റെ നേതൃത്വം എന്ത് നേതൃത്വമായിരുന്നു? കാമരാജ് ദേശീയ പ്രസിഡന്റ് തന്നെയായി, AICC പ്രസിഡന്റ് തന്നെയായി. ഓർക്കണം, അത്രയ്ക്ക് തലയെടുപ്പുള്ള നേതാവായിരുന്നു നേതാക്കളായിരുന്നു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് സംസ്ഥാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് എത്ര നേതാക്കന്മാരെ കണ്ടുപിടിക്കാൻ കഴിയും? ഇപ്പം KC വേണുഗോപാൽ വന്നുകൊണ്ട് തന്നെ കുറേ പേര് പടിയിറങ്ങിപ്പോയി. അതുപോട്ടെ, പക്ഷേ കോൺഗ്രസ് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർക്കറിയാം, കേരളത്തിൽ കോൺഗ്രസ് UDF ഇനിയും പരാജയപ്പെട്ടാൽ പിന്നീട് കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നേതാക്കളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് അണികൾക്കാണ്. അതാണ് പ്രധാനപ്പെട്ട ഘടകം. CPMനും അതേ വിഷയമുണ്ട്. CPMൻ്റെ പ്രശ്നവും അതാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് CPM ഭരണത്തിലുള്ളത് കേരളം മാത്രമാണല്ലോ വരുൺ. കേരളം കൂടെ വിട്ടുപോയാലോ, കേരളം കൂടെ പരാജയപ്പെട്ടാലോ? അതുകൊണ്ട് ഈ 2 മുന്നണികൾക്കും, ഞാൻ 2 എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ ഇതുവരെയും 2 മുന്നണികളായിരുന്നു വളരെ കൃത്യമായ ഇടവേളകളിൽ ഭരണം പിടിച്ചു. ചർച്ച അവസാനിക്കുമ്പോൾ 10 സെക്കൻഡ്സ് കൊണ്ട് അങ്ങേക്ക് ഒരു യെസ് ഓർ നോ എന്നൊരു മറുപടിയിലേക്ക് പറ്റുമെങ്കിൽ ശ്രീ ജേക്കബ് ജോർജ്, ശൈലജ ടീച്ചർ വടകരയിൽ പരാജയപ്പെട്ടു. പക്ഷേ 2026 തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന നിലയിൽ ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രി ഒരു മുഖമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് LDF ഈ ക്യാമ്പയിനെ നേരിടുകയാണെങ്കിൽ UDFൻ്റെ തയ്യാറെടുപ്പുകൾ പോരാതെ വരുമോ? അതിനകത്ത് 2 വാചകം. ഒന്ന്, പ്രതിപക്ഷം ഇപ്പോൾ കുരുക്കിലാക്കുന്നത്, ആരോപണത്തിൽ മുക്കുന്നത് മുഖ്യമന്ത്രിയെയാണ്. ഇടതുമുന്നണി ആ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ശൈലജയെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലമുണ്ടാവും. മുമ്പൊക്കെ നോക്കിക്കൊണ്ട് കരുണാകരനെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ ആക്രമണമായിരുന്നല്ലോ. മാധ്യമങ്ങളുടെ ആക്രമണം, പ്രതിപക്ഷത്തിൻ്റെ ആക്രമണം അതാത് സമയത്ത്. അതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട പ്രതിയാക്കി സൃഷ്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി കരുണാകരനെയാണ്. ബുദ്ധിയുള്ള ഇടതുപക്ഷം അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ജേക്കബ് സാർ ഒറ്റ മിനിറ്റ്, ഒരു ചെറിയ കാര്യം മാത്രം, ഒറ്റ കാര്യമുള്ളൂ ജസാർ. കേരളത്തിലെ BJPയുടെ മുഖം സുരേഷ് ഗോപി. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസോട് കിടപിടിക്കാവുന്ന എത്ര മുഖങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പോട് കൂടി BJPക്ക്? ജോർജ് കുര്യൻ, രാജീവ് ചന്ദ്രശേഖർ, കെ മുരളീധരൻ, ഇവരോട് കിടപിടിക്കാവുന്ന കേരളത്തിലെ ഏത് നേതാക്കന്മാരാണ് മുമ്പോട്ട് വയ്ക്കുന്നത്? മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുകളിൽ മുഖങ്ങളുമുണ്ട്. മുരളീധരനും പറഞ്ഞത് മുരളീധരനും ശരിയാണ്, രാജീവ് ചന്ദ്രശേഖറും ജോർജ് കുര്യനും. അപ്പൊ മുഖങ്ങളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ, താങ്ക് യു ശ്രീ ജേക്കബ് ജോർജ്, താങ്ക് യു ഡോക്ടർ ജിൻഡോ ജോൺ, TP ജയചന്ദ്രൻ. ഞാൻ പറഞ്ഞില്ലല്ലോ ഈ മുഖങ്ങൾ പോരാ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നില്ല ഈ മുഖങ്ങൾ പോരാ എന്നാണ് ഞാൻ പറയുന്നത്. ചർച്ചയിൽ ചേർന്നത്. ചർച്ച ഇവിടെ അവസാനിക്കുന്നു.